നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പൊന്നമ്പലമേട്ടിൽ ഇതാ മകരവിളക്ക്, മകരജ്യോതി തെളിഞ്ഞിരിക്കുകയാണ്. അയ്യപ്പ ഭക്തജനങ്ങൾ കാത്തിരുന്ന മലയാളികൾ കാത്തിരുന്ന ആ അസുലഭ നിമിഷം. 3 വട്ടം ഇതാ ചന്ദ്രക്കല, ഉത്രം നക്ഷത്രം ഇതാ ആകാശത്ത് തെളിഞ്ഞതിന് ശേഷം, ഭക്തർ നിറയെ കണ്ടതിന് ശേഷം ഇതാ ആ പതിയെ ആ ജ്യോതി അണഞ്ഞിരിക്കുകയാണ്. ഇനി 1 വർഷത്തെ കാത്തിരിപ്പ്. ആ 1 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം വീണ്ടും അയ്യൻ നക്ഷത്രമായി ഉദിച്ചു നിൽക്കുന്നത് കാണാനായി ജനം ഒഴുകിയെത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. സ്വാമിയെ ശരണമയ്യപ്പ എന്ന ശരണം വിളികളുമായി 3 വട്ടം ആകാശം നോക്കി ഉത്രം നക്ഷത്രം അങ്ങനെ നിറഞ്ഞു നിന്നത് കണ്ട് മനസ്സ് നിറഞ്ഞ ശരണം വിളികളുമായി മനസ്സും ഉള്ളും നിറഞ്ഞ് അവരിതാ ഓരോരുത്തരായി മല ഇറങ്ങുകയാണ്. ഇനി അടുത്ത വട്ടം കാണാമെന്നുള്ള എല്ലാ ഉറപ്പും നൽകിക്കൊണ്ട് അയ്യന് നൽകിക്കൊണ്ട് ഇറങ്ങുകയാണ്. പക്ഷെ എല്ലാവർക്കും ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. 3 വട്ടം അങ്ങനെ ആകാശത്ത് കത്തി ജ്വലിച്ച മകരജ്യോതി നോക്കി ഓരോ അയ്യപ്പ ഭക്തന്മാരും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് തൊണ്ട പൊട്ടി കണ്ടമിടറിക്കൊണ്ട് പറയുമ്പോഴും അവരുടെ എല്ലാവരുടെ മനസ്സിൽ ഒരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അയ്യപ്പ, നിന്നെ മോഷ്ടിക്കാൻ ശ്രമിച്ച, നിന്നെ ഒറ്റാൻ ശ്രമിച്ച, നിന്നെ മൂടോടെ പിഴുതുകൊണ്ടു പോകാൻ ശ്രമിച്ച ഒരാളുടെയും കൈകൾ അങ്ങനെ ശുദ്ധമാണ് എന്ന് കരുതാൻ ഞങ്ങൾക്ക് കഴിയുകയില്ല. ആരൊക്കെയാണോ ഇതിന്റെ വേരൊന്നടങ്കം കണ്ടെത്തി നീ പൂട്ടണം, നീ പൂട്ടുക തന്നെ ചെയ്യണം. കാരണം ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അതൊന്നു മാത്രമാണ്. ആലോചിച്ച് നോക്കൂ, ഇവിടെ അയ്യപ്പനെ അത്രയും ഭക്തി സാന്ദ്രമായി ലക്ഷോപലക്ഷക്കണക്ക് ജനങ്ങൾ അങ്ങനെ തൊഴുത അയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന് ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരേ സമയത്ത് ഉരുവിടുമ്പോൾ ഉണ്ടാകുന്ന ആ ശക്തിയിൽ ഏതൊരു സ്വർണ്ണ കള്ളന്മാരും ഉരുകിപ്പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെ അപ്പുറത്ത് ജയിലിൽ പത്മകുമാർ, വാസു, അതുപോലെ തന്നെ മുരാരി ബാബു, അങ്ങനെ നിരവധി എന്തിനേറെ പറയുന്നു കണ്ഠരർ രാജീവർ തുടങ്ങി അയ്യപ്പ സേവനത്തിനായി എത്തിയ, അയ്യപ്പനെ സേവിക്കാൻ എത്തിയ, അയ്യപ്പന്റെ അടിമകളായി എത്തിയവർ ഇതാ അയ്യപ്പനെ മുതൽ അടിച്ചു മാറ്റി വലിയ സ്വർണക്കാരാവാൻ, വലിയ പണക്കാരാവാൻ തുനിഞ്ഞിറങ്ങിയവർ ഇതാ SITയുടെ പിടിയിലായിട്ടുണ്ട്. ഇനിയും വമ്പന്മാർ ഉണ്ടെങ്കിൽ, യഥാർത്ഥ പ്രതികൾ ആരൊക്കെ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയ്യപ്പ നീ തന്നെ അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുക. ഇനി നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ ശരിക്കുമുള്ള കള്ളന്മാർ ഒരുപക്ഷെ രക്ഷപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കള്ളന്മാരെ ഒരു കാരണവശാലും പിടികൂടാൻ കഴിയാതെ വരികയാണെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ നീ തന്നെ അവർക്ക് കൃത്യമായ ശിക്ഷ നൽകുമെന്ന പ്രതീക്ഷയാണ് ആ സ്വാമിയെ ശരണമയ്യപ്പ എന്ന വിളികളിലെല്ലാം. ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസത്തെയാണ് വ്രണപ്പെടുത്തിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ജനങ്ങൾ, ഈ ലക്ഷോപലക്ഷക്കണക്കിന് ജനങ്ങൾ ഓരോ വർഷവും അയ്യനെ കാണാൻ വരികയും അവർ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അവിടെ അയ്യപ്പനെ സ്പോൺസറായി വരികയാണ്. അയ്യപ്പനെ സ്പോൺസർ ചെയ്യാനായി വരുന്ന ആളുകൾ, അത് അയ്യപ്പനെ പൂർണ്ണമായി കൊള്ളയടിക്കാൻ വരുന്ന ആളുകൾ. ഇവിടെ മകരജ്യോതി കത്തുമ്പോൾ അവരുടെ മനസ്സിൽ തീയാണ്. അതായത് അന്നൊന്നും എങ്ങനെയാണ് ഇവർക്ക് അയ്യപ്പന്റെ ഓരോ മുതലും അടിച്ചു മാറ്റാൻ അവർക്ക് കൈ പൊങ്ങിയതെന്ന ചോദ്യമാണ്. അയ്യപ്പ, നിന്റെ മുതൽ അടിച്ചു മാറ്റിയവരെ നീ തന്നെ ശിക്ഷിക്കണേ, നീ തന്നെ ഇവരെ എല്ലാവരെയും പുറത്തു കൊണ്ടുവരണേ എന്ന വിളികൾ മാത്രമാണ് ആ അയ്യപ്പ, സ്വാമിയെ ശരണമയ്യപ്പ എന്ന വിളികളിലുള്ളത്, ആ ശരണം വിളികളിലുള്ളത്. എന്തായാലും മകരജ്യോതി കണ്ടതിന്റെ സന്തോഷത്തിൽ, കണ്ടതിന്റെ നിറവിൽ, മനസ്സ് നിറഞ്ഞ, ഹൃദയം നിറഞ്ഞ്, കണ്ണ് നിറഞ്ഞ സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഓരോ അയ്യപ്പ ഭക്തന്മാരും കന്നിമല മുതൽ ഇങ്ങ് ഗുരുസ്വാമികൾ വരെ എല്ലാവരും ഉണ്ട്. എന്തായാലും അയ്യപ്പൻ അങ്ങനെ സ്വർണ്ണാഭരണ വിഭൂഷകനായി നിൽക്കുമ്പോൾ അത് കാണാനായി ഓരോരുത്തരും എത്തുകയാണ്. എന്തായാലും ഈ ഒരു മണ്ഡലകാലം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അയ്യപ്പന്റെ മുതൽ അടിച്ചു മാറ്റിയവനെ SIT തൂക്കുകയും എല്ലാവർക്കും കൃത്യമായി കോടതി ഒരു വിധി പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഹൈക്കോടതി അയ്യപ്പനായി തന്നെ, അയ്യപ്പന്റെ ശബ്ദമായി തന്നെ ഹൈക്കോടതി മാറുന്നതാണ് കാണാൻ സാധിക്കുന്നത്. നോക്കൂ, അയ്യപ്പനും വാവരും എല്ലാം ഒന്നാണെന്ന് എല്ലാവർക്കും അറിയാം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന് പറഞ്ഞൊരു വേർതിരിവില്ല. അങ്ങനെ ഹൈക്കോടതിയിൽ കമറുദ്ദീനാണെന്ന ജസ്റ്റിസാണ് വിധി പറയുന്നത്. അതുകൂടി ആലോചിക്കുക. കാരണം എല്ലാ ദൈവവും നീതിക്ക് മുന്നിൽ ഒന്നാണ്, നീതിയും ദൈവവും എല്ലാം ഒന്നാണ് എന്ന് തെളിയിക്കുന്ന കാഴ്ച. എന്തായാലും ദൈവത്തിന്റെ മുതലടിച്ചു മാറ്റിയവൻ അങ്ങനെ വിശാലമായി അധിക നാൾ വാഴില്ല എന്ന് ഉറപ്പിക്കുന്നതാണ് ഈ മകരജ്യോതി.